ഹലോ ഫ്രണ്ട്സ്, കമലാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മത്തി മസാലയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും ഒരേ രീതിക്ക് മത്തിക്കറിയും മത്തി വറക്കിയൊക്കെ അല്ലേ ചെയ്യുന്നത്. വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേന് കഴിക്കുന്നവർക്കും ഒരു സന്തോഷവും അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാവും. അതിനാവശ്യമായ കുറച്ച് മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി തിരിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മാറ്റി. ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. മീൻ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിനനുസരിച്ച് ഇതും എടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോകണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ ഒരു തക്കാളി വേണം. തക്കാളി ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് നേരത്തെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മത്തി ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. അപ്പം മത്തി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിന് നമുക്ക് മാറ്റി വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് മൂത്ത് പോണ്ട തേങ്ങ. ഇനി അരച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ചെറുതായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ല മണമൊക്കെ വരാനായിട്ട് തുടങ്ങി നമ്മുടെ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ചോറൊക്കെ പൊതിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധാരണ നമ്മൾ മീൻ വറക്കുന്നതിനൊക്കെ ഇങ്ങനെ ഒന്ന് മീൻ വറുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റും ആയിരിക്കും, പൊതി കഴിക്കുമ്പോൾ നല്ല മണവും ആയിരിക്കും. മസാലയൊക്കെ ഏകദേശം റെഡിയായി. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മത്തി ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് മീനിടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ ആ അരപ്പൊക്കെ മസാലയൊക്കെ മീനകത്തൊന്ന് പിടിക്കത്തുള്ളൂ. മീൻ പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കണം. തക്കാളിപ്പഴത്തിൻ്റെ ചെറിയൊരു പുളിപ്പും തേങ്ങാക്കൊത്തിനകത്ത് മീനകത്തും ഒക്കെ പിടിച്ച് നല്ലതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പിഴുപുളി ചേർത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ മത്തി മസാല ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.